സ്ത്രീകൾക്ക് പുറത്തു പോകേണ്ടി വരുന്ന അനിവാര്യ ഘട്ടങ്ങളിൽ സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം നിഷ്കർഷിക്കുന്ന രീതിയിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാം. സ്ത്രീകൾക്ക് ഇസ്ലാമിൽ ഏറെ സ്വീകാര്യതയും പ്രാധാന്യവും നൽകുന്നുണ്ട്. അവരെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നുമുണ്ട് വിശുദ്ധ ഇസ്ലാം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം ആഖിർ വിജയമാണല്ലോ. ആഖിറത്തെ അടിസ്ഥാനപ്പെടുത്തി നാം കാര്യങ്ങൾ ഗണിക്കുമ്പോൾ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാതെ തന്നെ പുറത്തിറങ്ങുന്ന പുരുഷന്റെ പ്രതിഫലം അള്ളാഹു സമ്മാനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ജമാഅത്തായി നിസ്കരിക്കൽ സ്ത്രീകൾക്ക് സുന്നത്തുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് ശക്തമായ സുന്നത്തായതുപോലെ സ്ത്രീകൾക്ക് ശക്തമായ സുന്നത്തില്ല. അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഉപേക്ഷിക്കുക എന്നത് പുരുഷന്മാർക്ക് കറാഹത്തായതുപോലെ സ്ത്രീകൾക്ക് കറാഹത്തില്ല എന്നത്. സ്ത്രീകൾ വീട്ടിൽ വെച്ചാണ് ജമാഅത്തായി നിസ്കരിക്കേണ്ടത്. അതുതന്നെ വീട്ടിലെ ഏറ്റവും സ്വകാര്യതയുള്ള സ്ഥലത്ത് വെച്ചാണ് നിസ്കരിക്കൽ കൂടുതൽ ഉത്തമം. ചരിത്രശകലങ്ങൾ നാം പരിശോധിച്ചാൽ, മസ്ജിദുൻ നബവിയിൽ വന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് നിസ്കരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സഹാബി വനിതകളോട് വീട്ടിലെ ഏറ്റവും സ്വകാര്യതയുള്ള റൂമിൽ വെച്ച് നിസ്കരിക്കുവാനാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അബൂ ഹമീദ് അസ്സാഇദി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു ഹുമൈദ റളിയല്ലാഹു അൻഹ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചിട്ട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി: എനിക്കൊപ്പം നിസ്കരിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുവെന്ന് എനിക്കറിയാം. നീ നിന്റെ പ്രൈവറ്റ് റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിന്റെ വീടിന്റെ നടുമുറ്റത്ത് വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം. നിന്റെ വീടിന്റെ നടുമുറ്റത്ത് വെച്ച് നിസ്കരിക്കുന്നതാണ് നിന്റെ വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം. നിന്റെ വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിന്റെ ജനങ്ങളുടെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം. നിന്റെ ജനങ്ങളുടെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് എന്റെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്. അതായത് നമ്മുടെ വീടിന്റെ ഏറ്റവും പ്രൈവറ്റ് റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ നിർദ്ദേശം കേട്ട അവർ തന്റെ വീടിന്റെ അങ്ങേയറ്റത്ത് ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് തനിക്കൊരു നിസ്കാര സ്ഥലം ഉണ്ടാക്കാൻ കൽപ്പിച്ചു. മരണം വരെ മഹദി അവറുകൾ അവിടെ വെച്ചാണ് നിസ്കരിച്ചത് എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം കൂടി നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സാധാരണ പള്ളികൾ പോലെയല്ലല്ലോ മസ്ജിദുൻ നബവി. മറ്റു പള്ളികളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലം ആ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ ലഭിക്കുമെന്ന് പ്രബലമായ ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അധിക നിസ്കാരങ്ങളിലും അവിടെ ഇമാമത്ത് നിൽക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. തുടർന്ന് നിസ്കരിക്കുന്നവരോ അള്ളാഹുവിന്റെ പ്രീതി ലഭിച്ചവരെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ സഹാബെ കിറാം റളിയല്ലാഹു അൻഹും. അതിനാൽ ആ ജമാഅത്തിന് ലഭിക്കുന്ന പ്രതിഫലം തിട്ടപ്പെടുത്തുക എങ്ങനെയാണ് സാധിക്കുക? തിട്ടപ്പെടുത്താൻ സാധ്യമല്ലല്ലോ. എന്നിട്ട് പോലും സ്ത്രീകൾക്ക് അവരുടെ വീടുകളാണ് ഉത്തമമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിക്കുമ്പോൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുവാൻ പ്രേരിപ്പിക്കുകയാണല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിശാലമായ ചർച്ചകളിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഒരാൾ പോലും പള്ളിയിൽ പോയി ജുമുഅക്കോ ജമാഅത്തിനോ പങ്കെടുത്തതായി എനിക്കറിയില്ല എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, സ്ത്രീ അവളുടെ പ്രൈവറ്റ് റൂമിൽ നിസ്കരിക്കുന്നത് അവളുടെ സാധാരണ റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. സ്ത്രീ അവളുടെ സാധാരണ റൂമിൽ നിസ്കരിക്കുന്നത് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഒരാൾ പോലും പള്ളിയിൽ പോയി ജുമുഅക്കും ജമാഅത്തിനും പങ്കെടുത്തതായി അറിയില്ല എന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിനോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദിവസവും 5 നേരവും പള്ളിയിൽ വന്ന പുരുഷന്മാരുടെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതാണ് സ്ത്രീകൾക്ക് കൂടുതൽ പുണ്യമെന്ന് ആ സ്ത്രീകളെങ്ങാനും ആ മഹദികളെങ്ങാനും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ പുണ്യം നേടാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കൂടുതൽ ബന്ധമുള്ള സ്ത്രീകളെങ്കിലും ശ്രമിക്കുമായിരുന്നല്ലോ. അതുണ്ടായില്ല എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്നുണ്ട്.
പുരുഷന്മാരെ പോലെ പള്ളിയിലേക്ക് വരാതെ തന്നെ സ്ത്രീകൾക്ക് തന്റെ പ്രൈവറ്റ് റൂമിന്റെ രഹസ്യ റൂമിലിരുന്ന്, ഏറ്റവും പ്രൈവറ്റായ റൂമിലിരുന്ന് നിസ്കരിച്ചാൽ അള്ളാഹു പ്രതിഫലം തരുമെന്ന് പറയുമ്പോൾ സ്ത്രീകളെ എത്രത്തോളമാണ് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ അംഗീകരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളെ അനുധാവനം ചെയ്ത് ജീവിക്കാൻ ആ രൂപത്തിൽ ഇരുലോകം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.